മൊബൈൽ ഫോണിൽ നമ്മൾ പലവിധ സൈറ്റുകളെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണിയെല്ലാം നിങ്ങൾക്ക് കിട്ടാം. അതിനാൽ തന്നെ നിർബന്ധമായും നമ്മൾ പലവിധ സൈറ്റുകളെല്ലാം ബ്രൗസ് ചെയ്യുന്നവർ ഈ ഒരു സെറ്റിംഗ് തീർച്ചയായും നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഒരു സെറ്റിംഗ് എല്ലാം തന്നെ ഇത് കറക്റ്റായി സെറ്റ് ചെയ്യാത്തത് കാരണം പല ആളുകൾക്കും അവരുടെ മൊബൈലിൽ നിന്നും അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർ പല സൈറ്റുകളിലേക്കെല്ലാം പോകുമ്പോൾ മാൾവെയർ അറ്റാക്ക്, അതുപോലെ നമ്മുടെ സെൻസിറ്റീവായ ഇൻഫർമേഷൻ എല്ലാം ലീക്ക് ആകുന്നതിനെല്ലാം കാരണമായ ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനായി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇനി ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി എന്നതിന് താഴെയായി ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നത്. ഇത് നിങ്ങളുടെ മൊബൈലിലെല്ലാം ഓഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഇത് ടാപ്പ് ചെയ്ത് ഓൺ ചെയ്യുക. ഇവിടെ 2 ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. രണ്ടാമതായി വാണ്ട്സ് യു ഫോർ ഇൻസെക്യൂർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സൈറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായ വാണ്ട്സ് യു ഫോർ ഇൻസെക്യൂർ പബ്ലിക് സൈറ്റ്സ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുവഴി നമുക്ക് ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും സൈറ്റിലെല്ലാം പോകുമ്പോൾ ഇത് റീഡയറക്റ്റായി ചില മറ്റു സൈറ്റുകളിലേക്കെല്ലാം പോകുന്നതെല്ലാം ഒഴിവാക്കാനും സെക്യൂറായ സൈറ്റുകളിലേക്ക് തന്നെ നമുക്ക് കണക്ഷൻ എല്ലാം ലഭിക്കുന്നതിനും അതുപോലെ നമ്മുടെ ഡാറ്റ ചോർച്ചയെല്ലാം ഒഴിവാക്കുന്നതിനെല്ലാം ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണിത്. കാരണം നമ്മുടെ മൊബൈലിൽ നമ്മൾ ബാങ്കിങ് ഇൻഫർമേഷൻ, അതുപോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാറുണ്ട്. അതിനാൽ തന്നെ എപ്പോഴും ഇതുപോലെ ഈ ഒരു സെക്യൂർ കണക്ഷനെല്ലാം ഓൺ ചെയ്ത് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നതെല്ലാമാണ് നല്ലത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.